ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെയും നെറ്റിയിൽ കുരിശൊക്കെ കാണുന്നുണ്ടല്ലോ. പള്ളിയിലൊക്കെ പോയി വിഭൂതി തിരുനാൾ ഒക്കെ ആഘോഷിച്ച് തിരിച്ചു വന്നിരിക്കുകയാണല്ലേ. ഇന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ഒരല്പം ക്രിസ്തീയ ചിന്തകളായാലോ. ഇന്ന് നോമ്പ് കാലത്തിൻ്റെ ആരംഭം, വിഭൂതി തിങ്കളാഴ്ചയാണ്. എല്ലാവരും രാവിലെ തന്നെ പള്ളിയിൽ പോയി നെറ്റിയിൽ കുരിശ് വരച്ച് നോമ്പിലേക്ക് വളരെ സജീവമായി കിടക്കാൻ ഒരുങ്ങുന്ന ദിവസമാണ്. ഈ നോമ്പുകാലം എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ എപ്പോഴും നോമ്പെടുക്കുക എന്ന് പറയാറുണ്ട്. അതിപ്പോൾ എല്ലാ ജാതി മത വിഭാഗങ്ങളിലുള്ള ഒരു സംഗതിയാണ് നോമ്പ് നോക്കുക എന്നുള്ള കാര്യം. നോമ്പെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, വെറുതെ പേരിന് നോമ്പെടുക്കുക അല്ലെങ്കിൽ ഞാൻ അത് ഉപേക്ഷിക്കുന്നു ഇത് ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുക എന്നതിനേക്കാൾ ഉപരി ഒരുപാട് വ്യാപ്തിയുള്ള അർത്ഥമുള്ള ഒരു സംഗതിയാണ് ഈ നോമ്പ് നോക്കൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മത്സ്യ മാംസാദികൾ വർജിക്കുക എന്നൊരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ മത്സ്യമാംസാദികൾ വർജിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കഴിക്കുന്ന ഒന്നാണ് ഈ മത്സ്യവും മാംസവും. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിഭവങ്ങൾ ഒഴിവാക്കി ഒരു ത്യാഗം ചെയ്യുന്നു എന്നാണ് അതിനർത്ഥമുള്ളത്. അതുകൊണ്ട് അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് വർജിക്കുക. അത് ഭക്ഷണമാകണമെന്നും നിർബന്ധമില്ല. നമുക്കിഷ്ടപ്പെട്ട മറ്റെന്തും ആകാം. നമ്മുടെ വിനോദങ്ങളാകാം, നമ്മുടെ ശീലങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആകാം. അപ്പം അത്തരത്തിൽ നമ്മുടെ സാധാരണ ലൈഫിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ സംഗതികൾ വേണ്ട എന്ന് വയ്ക്കുക. ആ വേണ്ടെന്ന് വയ്ക്കലിലൂടെ നമ്മളെടുക്കുന്ന ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗവും ആ ത്യാഗ മനോഭാവവും നമുക്ക് നോമ്പ് കാലത്ത് ഒരു മാനസിക ഒരുക്കത്തിനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ശരീരത്തിനും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്. ഈ വിഭൂതി മുതലാണ് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നോമ്പുകാലം തുടങ്ങുന്നത്, വലിയ നോമ്പ് ആരംഭിക്കുന്നത്. വിഭൂതി ദിവസം നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശ് വരയ്ക്കുന്നുണ്ട്. പണ്ട് കാലത്ത് അനുതാപത്തിൻ്റെ ശുശ്രൂഷയായിട്ട്, അല്ലെങ്കിൽ അനുതാപം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരുന്ന മാർഗമാണ് ചാക്കൊടുത്ത് ചാരം പൂശി വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത്. ചാക്കൊടുക്കുക എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ സാധാരണ നല്ല വേഷങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വൃത്തികെട്ട ഒരു വേഷം, പരിപരുത്തിരിക്കുന്ന, ഒട്ടും സോഫ്റ്റ് അല്ലാത്ത, ഒട്ടും സുഖകരമല്ലാത്ത, ഏറ്റവും മോശമായ വേഷമെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഏറ്റവും റഫായ ചാക്ക് മാത്രം എടുക്കുക. ബാക്കി ശരീരം മുഴുവൻ ചാരം പൂശും. ചാരം നമുക്കറിയാം വേസ്റ്റാണ്. കത്തിച്ച് ബാക്കി വരുന്ന പ്രയോജനമില്ലാത്ത, ഏറ്റവും വൃത്തികെട്ട, കറുത്ത് ഇരുണ്ട് ഇരിക്കുന്ന, ശരീരം മുഴുവൻ വൃത്തികേടാക്കുന്ന, ഭംഗി മുഴുവൻ കളയുന്ന ഒന്നാണ് ചാരം. അപ്പോൾ ആ ചാരം ശരീരം മുഴുവൻ പൂശുക. അപ്പോൾ അതൊരു ത്യാഗമാണ്. ചാക്കൊടുത്ത് ചാരം പൂശി വ്രതമനുഷ്ഠിച്ച് നമ്മൾ പാപത്തിൽ നിന്നും മോചനം നേടാനുള്ള ഒരു ത്യാഗപ്രവൃത്തിയായിട്ട് ചെയ്യുക. അത് അനുതാപത്തിൻ്റെ ഒരു ഘട്ടമാണ്. അതിൽ നിന്നും മുമ്പോട്ട് വന്നപ്പോൾ ക്രിസ്തീയ സഭകളിൽ ആചരിച്ച ഒന്നാണ്, ഇപ്പോൾ നമുക്ക് ശരീരം മുഴുവൻ ചാരം പൂശുക അല്ലെങ്കിൽ ചാക്കൊടുക്കുക എന്നൊക്കെ പറയുന്നതും അത്ര പ്രായോഗികമല്ലാത്തതിനാൽ അതിൻ്റെ പ്രതീകമായി നെറ്റിയിൽ മാത്രം ചാരം പൂശുന്നു. അത് തലേ വർഷത്തെ ഓശാന തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് ഓശാന ഓല ലഭിക്കാറുണ്ട്. ഈ ഓശാന ഓല കത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ചാരമാണ് നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ചാരം നമ്മുടെ നെറ്റിയിൽ, തിരുനെറ്റി എന്ന് പറയുന്ന ഭാഗത്ത്, നമുക്കറിയാം ഏറ്റവും ശരീരത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു സ്ഥലമാണത്. അവിടെയാണ് നമ്മൾ ഈ ചാരം കൊണ്ടുള്ള കുരിശ് വരയ്ക്കുന്നത്. അവിടെ നിന്നും നമ്മുടെ അനുതാപം ആരംഭിക്കുകയാണ്. ആ അനുതാപം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണമായും അനുതാപത്തിൻ്റെ വഴിയിലേക്ക് കടത്തി കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ അനുതാപത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നാം ഓർമ്മിക്കേണ്ട വേറൊരു കാര്യമാണ്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള ആപ്തവാക്യം. അതായത് നമ്മൾ ഒന്നുമില്ലാത്ത,
പൊടിയിൽ നിന്നാണ് നമ്മൾ വന്നത്. അവസാനം നമ്മൾ പോകുന്നതും ഒന്നുമല്ലാത്ത പൊടിയിലേക്കാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് ഒന്നുമല്ലായിരുന്നു. നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നുമല്ല. അപ്പോൾ പൊടിയിൽ നിന്നും പൊടിയിലേക്ക് ഉള്ള ആ ദൂരത്തിൻ്റെ ആ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ പൊടിയിലേക്ക് വീണ്ടും തിരിച്ചു പോകാനിരിക്കുന്ന നമുക്ക് ആ ജീവിതത്തിൽ നമ്മളുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയ വേദനകൾ, ബുദ്ധിമുട്ടുകളെല്ലാം ഒന്ന് ഒഴിവാക്കി കഴുകിക്കളഞ്ഞ് നമ്മൾ അനുതാപത്തിൻ്റെ, പരിശുദ്ധിയുടെ കുറച്ച് ദിവസങ്ങൾ ഈ ദിവസങ്ങളിലൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ അതൊരു ആത്മശോധന ചെയ്യേണ്ട ഒരു സമയമാണ്. പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അനുതാപ ശുശ്രൂഷയിലൂടെ നമ്മൾ ഈ ഹ്രസ്വ ജീവിതത്തിൽ പുലർത്തേണ്ട മാന്യതയും പരിശുദ്ധിയും എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതശൈലിയെ മാറ്റിയെടുക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് ഈ നോമ്പുകാലം കടന്നു പോകുന്നത്. അപ്പോൾ വിഭൂതി തിങ്കളും നോമ്പുകാലവും ഒക്കെ ആചരിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളത് വേണ്ട എന്ന് വെച്ച് ചെയ്യുന്നൊരു ത്യാഗ മനോഭാവം, ആ ത്യാഗം, ഒപ്പം ആ ത്യാഗത്തിലൂടെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം വേണ്ടാന്ന് വെക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു ചെറിയ സാമ്പത്തിക ലാഭമുണ്ട്. ആ ലാഭം മറ്റൊരാൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നമ്മൾ വെറുതെ അതുകൊണ്ട് കുറച്ച് ലാഭം ഉണ്ടാക്കി വയ്ക്കുക. നമ്മളൊരു ഭക്ഷണം വേണ്ടാന്ന് വെക്കുമ്പോൾ ആ ഭക്ഷണമില്ലാത്തൊരാൾക്ക് ഭക്ഷണമായി മാറ്റപ്പെടണം. അപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം, പാവപ്പെട്ടവരെ പരിഗണിക്കാനുള്ള അവസരം, മറ്റുള്ളവരോട്ട് അനുകമ്പ തോന്നാനുള്ള അവസരം, ഇങ്ങനെ മറ്റുള്ളവരെ പരിഗണിച്ചും നമ്മുടെ തെറ്റുകൾ മാപ്പ് പറഞ്ഞും അനുതാപത്തിലൂടെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു അവസരമാണ് നോമ്പുകാലം. അതിൻ്റെ തുടക്കമായ ഇന്ന് വിഭൂതി തിരുനാൾ. ഈ വിഭൂതി തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം വളരെ പരിശുദ്ധമായ, നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു പുനരുന്മേഷം നൽകുന്ന, ഒരു ശുദ്ധീകരണം നടത്തുന്ന ഒരു വലിയ നോമ്പുകാലം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.